Yes, so welcome to yet another live session from Tiju's Academy. And I'm here, Varsha, with you from the Mavelikira branch. Yes, welcome all to yet another live session from Tiju's Academy. So today I'm here to have a live session. As you people are aware, I'm dealing with the speaking part. So I'm here to have a discussion, a role play discussion on vaccination. Yes, good morning everybody. Good morning all. Yes, so let's wait for a couple of minutes so that people can join. Soon after that, we'll be resuming with our session. Hi Shruti, good morning. Yes, hi Devasya, good morning. Okay, good morning everybody. Hope everyone is doing fine. And also, just like I always mention, I believe that you people are practicing with the speaking part. Do practice regularly, and ഈ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ you may just note the same, and if you want me to address the same question, you may please convey the same to me. I'm here to help you. Hi Angel, hi Roslyn, Gauri, Jissa, good morning everybody. Hi Sunu, good morning. Yes, so we're just moving on to the roleplay card discussion. So here today we are going to discuss a role play on vaccination. This was a request from one of our student, the person who was watching the live, and I don't remember the name correctly, but that was a request made by a person on vaccination. അതായത് റോൾ പ്ലേ കാർഡ് അല്ലെങ്കിൽ റോൾ പ്ലേ ഡിസ്കഷൻ ഓൺ വാക്സിനേഷൻ ചെയ്യുമെന്ന് ചോദിച്ചിരുന്നു. ആൻഡ് so I'm here with you to have a discussion on a role play about vaccination. അപ്പോൾ വാക്സിനേഷൻ്റെ ഇടയ്ക്ക് നമുക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ പ്ലേയും കൂടിയാണ് അല്ലേ. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഹായ് രാമൻ, ഗുഡ് മോർണിംഗ്. Yes, so I'm just moving with the presentation part, I mean the role play card. So we will quickly look into the setting in the scenario, and also the first task is given there because we need to confirm the type of case, right? So what are the things that you usually do in the given 3 minutes preparation time? നമുക്ക് 3 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം തന്നിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ലെറ്റ് മീ ജസ്റ്റ് ബ്രീഫ് ഇൻ ഫോർ ദോസ് പീപ്പിൾ ഹൂ ആർ ന്യൂ ടു മൈ ലൈവ് സെഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വിൽ ബി ഗോയിങ് ത്രൂ ദ സിനാരിയോ, സെറ്റിംഗ് പാർട്ടായിരിക്കും നമ്മൾ ആദ്യമേ നോക്കുക അല്ലേ. സെറ്റിംഗ് ഇവിടെ എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ആസ് യു ആർ അവെയർ ദാറ്റ് നമുക്കൊരു സെറ്റിംഗ് വെച്ചിട്ട് മാത്രം ഒരു കേസ് എന്താ ആക്കാൻ പറ്റില്ല, ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കേസിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ലൈക്ക് ദർ മൈറ്റ് ബി ചാൻസസ് അവിടെ നമുക്കൊരു കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗോ ത്രൂ ദ സിനാരിയോ പ്രോപ്പർലി. സോ യു മേ ജസ്റ്റ് ഗോ ത്രൂ ദ സിനാരിയോ. എന്താണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? യു സീ എ പേരൻറ്റ് ഇൻക്വയറിംഗ് അബൌട്ട് MMR vaccines. So their kids have not received the MMR vaccine yet, which is recommended for all children in your country. You want to advise the mother about the benefits and safety of the MMR vaccine and address any concerns she may have. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? MMR വാക്സിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പേരൻറ്റ് നിങ്ങളെ വിസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ബിക്കോസ് ദെയർ ചൈൽഡ് അവരുടെ കിഡ്സ്, അവരുടെ ചിൽഡ്രൻ എന്താണ് ഇത് റിസീവ് ചെയ്തിട്ടില്ല. സോ ദേ ആർ ഹിയർ ടു ഡിസ്കസ് അബൌട്ട് ദി വാക്സിനേഷൻ. അപ്പോൾ വാക്സിനേഷനെ പറ്റിയിട്ട് അറിയാൻ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെ അറിയാൻ? 2 കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ദി മദർ ഇസ് വിസിറ്റിംഗ് യു. ദ ബെനിഫിറ്റ്സ് ആൻഡ് ഓൾസോ ദി സേഫ്റ്റി. 2 കാര്യങ്ങൾ. അതിൻ്റെ ബെനിഫിറ്റ്സും അറിയണം, സേഫ്റ്റീനെ പറ്റിയിട്ടും അറിയണം. ലൈക്ക് വി വിൽ സേ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് രണ്ടും അറിയണം അല്ലേ. സോ വാക്സിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ദ മദർ ഇസ് പേയിങ് എ വിസിറ്റ് ടു യു ആൻഡ് വി ആർ ഹിയർ ടു അഡ്രസ് ദെയർ കൺസേൺസ്. ഓക്കെ. സോ ഇപ്പോൾ സെറ്റിംഗ് സിനാരിയോ വെച്ച് മാത്രം നിങ്ങൾക്കൊരു കേസ് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, ആസ് ഐ ഓൾവേസ് യൂസ് ടു മെൻഷൻ, യു മേ ജസ്റ്റ് ഗോ ത്രൂ ദി ഫസ്റ്റ് ടാസ്ക്. നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്താണെന്ന് നോക്കുക. അപ്പോൾ സെറ്റിംഗ് സിനാരിയോ വെച്ച് മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേസിനെ പറ്റി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയോ? കെൻ യു ജസ്റ്റ് കമൻറ്റ് ഡൗൺ എന്ത് കൈൻഡ് ഓഫ് കേസ് ആയിരിക്കും ഇത്? സെറ്റിംഗ് സിനാരിയോ വെച്ച് മാത്രം നിങ്ങൾക്ക് കേസ് മനസ്സിലായോ? ഇനി അങ്ങനെയല്ല, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ദസ് ഇസ് സ്റ്റിൽ എ കൺഫ്യൂഷൻ, എന്ത് കൈൻഡ് ഓഫ് ആണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കം ടു ദി ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ ഫ്രം ദി സെറ്റിംഗ് സിനാരിയോ ആൻഡ് ബേസ്ഡ് ഓൺ ദി ഫസ്റ്റ് ടാസ്ക്, കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് കൈൻഡ് ഓഫ് എ കേസ് ഇസ് ദിസ്? എന്ത് കേസാണെന്നൊന്ന് പറയോ? ക്യാൻ ഐ ഗെറ്റ് സം കോമെൻറ്റ്സ് ഫ്രം യുവർ സൈഡ്? Okay, so Jaspi has commented, Shruti has commented, yes. Jissa, Roslyn, okay, yes, I'm getting comments from your side, okay.
സി ദിസ് ഇസ് എ റോൾ പ്ലേ ഡിസ്കഷൻ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആ ഒരു ടൈറ്റിൽ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യണം അല്ലേ. ദർ ഇസ് നോ പോയിന്റ് ഓഫ് മീ ഹിയർ സ്പീക്കിംഗ് ഓൾ ദ ടൈം. ഐ ടു ഡോണ്ട് ലൈക്ക് ദ വേ. സോ ഐ വോണ്ട് യു പീപ്പിൾ ടു ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഹിയർ. So it's a time where we both can interact, right? Yes, Gauri has also commented. Yes, Sunu has also commented. Very good, very good. യെസ്, അപ്പോൾ നിങ്ങളൊരു കേസിൻ്റെ ഒരു കേസ് നിങ്ങൾ ഡിസൈഡ് ചെയ്തു, ഇതൊരു അൺനോൺ കേസാണെന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. ഓക്കെ, സോ ഫ്രം ദ സെറ്റിംഗ് ആൻഡ് ദ സിനാരിയോ ഇറ്റ് സെൽഫ് വേണമെങ്കിൽ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താം അല്ലേ. അപ്പോൾ അവിടെ അമ്മ വന്നിരിക്കുന്നത് ടു സീക്ക് അഡ്വൈസ് റിഗാർഡിംഗ് ദ ബെനിഫിറ്റ്സ് ആൻഡ് ദ സേഫ്റ്റി എന്നേ പറഞ്ഞിട്ടുള്ളൂ. യെസ് മീനു. ആൻഡ് ഓൾസോ അതർ ദൻ ദാറ്റ് വേറെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് അവിടെയും സ്റ്റിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഐ ഓൾവേസ് യൂസ് ടു മെൻഷൻ കം ടു ദ ഫസ്റ്റ് ടാസ്ക് നോക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ഹിസ് ഓർ ഹർ വിസിറ്റ്. അപ്പോൾ അവരെന്തിനാണ് വന്നിരിക്കുന്നത് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ക്ലിയർ ആയി? ദിസ് ഇസ് എൻ അൺനോൺ കേസ്. അവരെന്തിനു വന്നു എന്ന് നമ്മൾ ചോദിക്കണം, വിച്ച് വി യൂഷ്വലി ആസ്ക് ഇൻ ദി അൺനോൺ കേസ് അല്ലേ. നമ്മുടെ അൺനോൺ കേസിലാണ് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യം ഇൻട്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് പർട്ടിക്കുലർ കേസ് ഫാൾസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് അൺനോൺ. ക്ലിയർ ആയല്ലോ. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു അൺനോൺ കേസ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ വരാം. അതായത് 2 സിറ്റുവേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് യു പീപ്പിൾ റിമെമ്പർ. വർ യു വിത്ത് മീ ഓൺ ദാറ്റ് ഡേ ആസ് വെൽ? ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ലൈവിന് പറഞ്ഞിരുന്നു നമുക്ക് അൺനോൺ കേസ് എന്താണ് 2 കാറ്റഗറിയിൽ വരാം. ഇറ്റ് കെൻ ഈതർ ബി ആൻ എമർജൻസി സിറ്റുവേഷൻ ഓർ എ നോൺ എമർജൻസി സിറ്റുവേഷൻ അല്ലേ. 2 സിറ്റുവേഷൻസിലാണ് നമുക്കൊരു അൺനോൺ കേസ് യൂഷ്വലി വരുന്നത്. സോ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അൺനോൺ കേസ് ഉണ്ടെന്ന്. ഓക്കെ, യെസ് മീനു, യെസ്, വെരി ഗുഡ് ജിസ. സോ യു പീപ്പിൾ വെർ വിത്ത് മീ. യെസ്, ഐ റിമെമ്പർ യു വെർ ദെയർ. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? അൺനോൺ കേസാണ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്രോച്ച് നമുക്കൊന്ന് നോക്കാം. അത് എമർജൻസി ആയിട്ട് തുടങ്ങണോ നോൺ എമർജൻസി ആയിട്ട് തുടങ്ങണോ? യെസ്, വെരി ഗുഡ് റോസ്ലിൻ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലും കൂടി എന്ത് ചെയ്യണം? ഒരു ഡിസിഷൻ എടുക്കണം. അപ്പോൾ ഇവിടെ ഒരു എമർജൻസി എന്നുള്ളൊരു തോതിൽ നമുക്ക് കാണുന്നില്ല അല്ലേ. പേഷ്യൻ്റ് ഇല്ല, ബൈസ്റ്റാൻഡർ മാത്രം വന്നിട്ട് ഒരു എൻക്വയറിക്ക് വേണ്ടിയിട്ട് വരുവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഒരു നോൺ എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. അവിടെയും നമ്മൾ ഇൻട്രൊഡക്ഷൻസ് എല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഹൗ ഡു വി സ്റ്റാർട്ട് ദിസ് കേസ്? നമ്മൾ എങ്ങനെയായിരിക്കും ഈ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സോ ആർ യു പീപ്പിൾ വിത്ത് മീ? ടെൽ മീ, ഹൗ ഡു വി സ്റ്റാർട്ട് ദിസ് കേസ്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും? യെസ്, നോൺ എമർജൻസി ആയിട്ടാണ്. വെരി ഗുഡ് ശ്രുതി. യെസ്, സോ വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് എ ഗ്രീറ്റിംഗ്. അലോങ് വിത്ത് ദാറ്റ് ഇഫ് യു വോണ്ട് ടു ഗീവ് യുവർ സെൽഫ് ഇൻട്രൊഡക്ഷൻ യു മേ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. യെസ്, ഗ്രീറ്റിംഗ് ചെയ്യുന്നു, ദെൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? അവരോട് വേണമെന്നുണ്ടെങ്കിൽ ബി സീറ്റഡ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. ബിക്കോസ് വി ആർ ഗോയിങ് ടു ഹാവ് എ കമ്മ്യൂണിക്കേഷൻ ഫോർ ഓർ എ കോൺവെർസേഷൻ ഫോർ 5 minutes, റൈറ്റ്? ആൻഡ് വാട്ട് ഇസ് എ തേർഡ് തിങ്? വിൽ ബി ആസ്കിങ് ഫോർ ദി റീസൺ ഫോർ ദെയർ വിസിറ്റ്. എന്തിനാണ് വന്നിരിക്കുന്നത്, റൈറ്റ്? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ടാസ്കിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇവിടെ തന്നെ കവർ ചെയ്തു. യെസ്, കംഫർട്ടബിൾ ആവാൻ പറയാം. ദെൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ. വെരി ഗുഡ്. ഐ ഫീൽ ക്വൈറ്റ് ഹാപ്പി ദറ്റ് യു പീപ്പിൾ ആർ വിത്ത് മീ. വെരി ഗുഡ്. യെസ്, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സി ജസ്റ്റ് ലൈക്ക് സേ എവറി ടൈം നിങ്ങളും എൻ്റെ ഒപ്പം പറയുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ സ്ലോ പേസിൽ പോകുന്നത്. ഐ ബിലീവ് ദറ്റ് ഐ എം നോട്ട് മേക്കിംഗ് ഇറ്റ് ടു ഫാസ്റ്റ്. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രീറ്റ് ചെയ്യുന്നു. വെൽ, ഗുഡ് മോർണിംഗ്. Let me introduce myself. I am Nurse Varsha, working in this community health center. Please be seated or please make yourself comfortable. So may I know the reason for your visit or what brought you to the clinic today or endana? Could you please tell me the purpose of your visit? എന്ന് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? അല്ലാന്നുണ്ടെങ്കിൽ ഹൗ മേ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ അവർ പറയുന്നത് എന്തായിരിക്കും? അവരുടെ ഒരു കൺസേൺ എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ MMR വാക്സിനെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. യെസ് റോസ്ലിൻ, നമുക്ക് അവർക്ക് എന്ത് കൊടുക്കാം? ഇവിടെ ഒരു റീഅഷ്യൂറൻസ് കൊടുക്കാം. ഇവിടെ ഈ റീഅഷ്യൂറൻസ് എന്ന് പറയുന്നത് എന്തുദ്ദേശത്തിലാണ്? അതായത് നമ്മൾ അവരുടെ കൺസേൺസ് എല്ലാം നമ്മൾ അവർ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളൊരു റീഅഷ്യൂറൻസ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? റീഅഷ്യൂറൻസ് കൊടുക്കുന്നു. ബിക്കോസ് എന്താണ് നമ്മൾ പറയുന്നത്? So we can just say, well, I really appreciate you I really appreciate your willingness to seek information regarding the MMR vaccine. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് പറയാം, so I really appreciate you for seeking information regarding the MMR vaccine and you don't need to worry, I'm here to help you with the same. So അല്ലെന്നുണ്ടെങ്കിൽ, so you have came to the best facility and definitely I will definitely provide the information regarding the vaccine എന്ന് നമുക്ക് അവിടെ ഒരു അഷ്യൂറൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ലൈക്ക് all the information regarding the vaccine we'll be providing from our side. Okay, then coming to the fifth point, നമ്മളിനി എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇത്രയും റീഅഷ്യൂറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ് ദാറ്റ് വി ആർ ഗോണ ഡു? ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്?
Any suggestions from your side? So we have greeted, given a self-introduction. Yes, very good. We need to gather their name, right? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. ഇവിടെ ബൈസ്റ്റാൻഡർ ആയതുകൊണ്ട് തന്നെ ലൈക്ക് നമുക്ക് പേഷ്യൻറ്റുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അല്ലല്ലോ, അല്ലെങ്കിൽ കെയറർ അങ്ങനെ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ അവരെ എന്ത് ചെയ്യാം? അവരുടെ ഇൻഫോ നമുക്ക് കളക്ട് ചെയ്യാം. എന്താണ്? ജസ്റ്റ് നെയിം മാത്രം മതി നമുക്കിവിടെ, ഏജ് വേണ്ട അല്ലേ? So we'll be collecting their details. Clear ആണല്ലോ? So we'll be greeting, giving a self-introduction, then asking them to be seated. After that, asking the reason for their visit, providing a reassurance that we'll be helping them out in this situation. And soon after that, we'll be collecting details about their name because we need to use it throughout the conversation, right? അപ്പോൾ ഇത്രയും വരെ ക്ലിയർ ആണല്ലോ? സോ ഇന്ന് നമ്മുടെ പേഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബൈസ്റ്റാൻഡറിൻ്റെ നെയിം നമ്മൾ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു നെയിം ഫിക്സ് ചെയ്യാം. സോ ദി മദേഴ്സ് നെയിം ഇസ്, ലെറ്റ് സപ്പോസ് ഇറ്റ്സ് ആലിസ്. അപ്പോൾ നമ്മുടെ ബൈസ്റ്റാൻഡറിൻ്റെ നെയിം എന്താണ്? ആലിസ് എന്നാണ് കേട്ടോ. ഓക്കെ, സോ ആലിസ് എന്ന് പറഞ്ഞു. സോ ഹൗ മേ ഐ, ഫോർ ആർ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, ഹൗ മേ ഐ അഡ്രസ് യു? വെൽ ആലിസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാസ്ക് ഓൾറെഡി കവർ ചെയ്തു അല്ലേ? ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, വെൻ യു ലുക്ക് ഇൻ ടു ദ ടാസ്ക്, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദറ്റ് യു നീഡ് ടു ഫോക്കസ് ഓൺ? ഓരോ ടാസ്കും സ്റ്റാർട്ട് ചെയ്യുന്ന കീ വേർഡ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. സോ നമ്മുടെ ഫസ്റ്റ് ടാസ്കിൻ്റെ കീ വേർഡ് എന്താണ്? ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനർത്ഥം നമുക്ക് രണ്ട് രീതിയിലാണ് കീവേഡ്സ് ഉണ്ടായിരിക്കുക അല്ലേ? ഒന്ന് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഉണ്ട്, മറ്റേത് എന്താണ്? ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഏത് കാറ്റഗറിയിലാണ് ഈ ഒരു പർട്ടിക്കുലർ കീവേഡ് വരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെദർ ഇറ്റ് ഇസ് ആൻ ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ഓർ എൻ ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് കീവേഡ്. സോ ലുക്കിംഗ് ഇൻ ടു ദ ഫസ്റ്റ് തിങ്, ഫൈൻഡ് ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ഒരു ഡീറ്റെയിൽ അവരുടെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുകയാണ്. സോ ഇറ്റ് ഇസ് ഇൻഫർമേഷൻ ഗ്യാതറിംഗ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ഹിസ് ഓർ ഹെർ വിസിറ്റ് നമ്മൾ ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞു അല്ലേ? നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ വീണ്ടും അത് ചോദിക്കണോ? ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. സോ വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ടാസ്ക്. വീണ്ടും അതൊരു ടാസ്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഫൈൻഡ് ഔട്ടിലാണ് വീണ്ടും ആ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫൈൻഡ് ഔട്ട് എന്ന് പറയുമ്പോൾ യെസ്, വീണ്ടും അത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. വെരി ഗുഡ് ശ്രുതി. സോ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ട്രൈക്ക് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് അവിടെ യൂസ് ചെയ്യാം. സോ കുഡ് യു പ്ലീസ് ടെൽ മീ നോ, അല്ലാന്നുണ്ടെങ്കിൽ മേ ഐ നോ എന്നോ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് നമുക്കവിടെ എന്ത് ചെയ്യാം? ഇതെല്ലാം എന്താണ്? ക്വസ്റ്റ്യൻ ഫോമാറ്റ്. ബിക്കോസ് ഇതൊരു ഡയലോഗ് ഫോമിലല്ല തന്നിരിക്കുന്നത്. നമ്മളൊരു ഡയലോഗ് ഫോമിലേക്ക് എന്താക്കണം? അതിനെ മാറ്റണം. അപ്പോൾ ഒന്നെങ്കിൽ കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട്, ഈ ദേ എന്നുള്ളതായിരിക്കും എന്താകും? യു. വാട്ട് യു നോ അബൌട്ട് ദി വാക്സിൻ. അല്ലാന്നുണ്ടെങ്കിൽ മേ ഐ നോ വെച്ചിട്ട് ചോദിക്കാം, മേ ഐ നോ വാട്ട് യു നോ അബൌട്ട് ദി വാക്സിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ടാസ്ക് അവിടെ കവർ ചെയ്യാം. ലൈക്ക് യു ഡോണ്ട് നീഡ് ടു കൈൻഡ് ഓഫ് പാരഫ്രേസ് ഓർ റീഫ്രേസ് ഇറ്റ് അഗൈൻ. ഐ ഹവ് മെയ്ഡ് ഇറ്റ് ക്വൈറ്റ് സിമ്പിൾ ഫോർ യു പീപ്പിൾ. What we have done here is we have added a particular question format so as to convert into a dialogue manner. ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എന്താക്കി? ഒരു ഡയലോഗ് ഫോമിലേക്ക് കൺവേർട്ട് ആക്കി. സോ കുഡ് യു പ്ലീസ് ടെൽ മീ വാട്ട് യു നോ അബൌട്ട് ദി വാക്സിൻ എന്ന് നമുക്ക് ചോദിക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. ക്ലിയർ ആണല്ലോ? ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് എൻ ഐഡിയ റിഗാർഡിംഗ് ദിസ്. Can I just move on to the next slide with your permission? I hope things are clear. Yes. So അപ്പോൾ നമുക്ക് വാക്സിനെ പറ്റി അവരോട് എന്താണ് അറിയാവുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓക്കെ യെസ്, ഗ്യാദർ ഇൻഫർമേഷൻ ആണ്. വെരി ഗുഡ്. സോ ഓക്കെ യെസ് ജിസ. സോ ഹിയർ നമ്മൾ വാക്സിനെ പറ്റി എന്തറിയാമെന്ന് ചോദിച്ചപ്പോൾ വി ആർ ഗെറ്റിംഗ് എ റെസ്പോൺസ്. സോ ഡെഫിനറ്റ്ലി ഇവിടെ നമുക്ക് ഓൾറെഡി സിനാരിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ദ പേഴ്സൺ ഇസ് കമ്മിങ് ടു ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് ദി MMR വാക്സിൻ, റൈറ്റ്? സോ അവർക്ക് എന്തെങ്കിലും അറിയാൻ ചാൻസ് ഉണ്ടോ അതിനെപ്പറ്റി? ഡെഫിനറ്റ്ലി നോട്ട്. ദേ വോണ്ട് ബി ഹാവിങ് എനി സോർട്ട് ഓഫ് ഇൻഫർമേഷൻ. ദേ ആർ നോട്ട് ഹാവിങ് എനി ക്ലാരിറ്റി. സോ ദാറ്റ് ഇസ് വൈ ദേ ആർ ഹിയർ. അപ്പോൾ നമ്മൾ ചോദിച്ചു, അവർക്കൊന്നും അറിയില്ല എന്നുള്ള കാര്യമായിരിക്കും ഡെഫിനറ്റ്ലി പറയാം. സോ വാട്ട് ഇഫ് ഐ എം സെയിങ്, സി ഇഫ് ഐ എം ആലിസ്, ഐ വിൽ ബി സെയിങ്, വെൽ നഴ്സ്, ഐ ഡോണ്ട് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ റിഗാർഡിംഗ് ദിസ് വാക്സിൻ. ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു കുഡ് ജസ്റ്റ് ടെൽ മീ മോർ അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? Yes, definitely Alice, I would definitely explain it to you. യെസ്, അപ്പോൾ നമുക്ക് അവരുടെ ടാസ്കിലേക്ക് കിടക്കാം. യെസ്, റോസ്ലിൻ ഹാസ് കമൻറ്റഡ്. വെരി ഗുഡ് റോസ്ലിൻ. അപ്പോൾ യൂഷ്വലി ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഞാൻ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു ലെറ്റ് മീ വെച്ചിട്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഐ വുഡ് ലൈക്ക് ടു. സി, നമുക്ക് ഫുൾ പാരഫ്രേസ് ചെയ്യാണ്ട് അല്ലെങ്കിൽ റീഫ്രേസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പർട്ടിക്കുലർ സംഭവം വെച്ചിട്ട് തന്നെ നമുക്ക് ടാസ്ക് കവർ ചെയ്യാൻ പറ്റും. ലൈക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട് MMR വാക്സിൻ ഇസ്. അല്ലാന്നുണ്ടെങ്കിൽ യെസ്, ഓൾ റൈറ്റ് ആലിസ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ. വെരി ഗുഡ് ജിസ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? ഓൾ റൈറ്റ് ആലിസ്, ലെറ്റ് മീ പ്രൊസീഡ് വിത്ത് ദി എക്സ്പ്ലനേഷൻ. സോ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ വാട്ട് MMR വാക്സിൻ ഇസ്. അപ്പോൾ MMR വാക്സിൻ ഇസ് എന്ന് പറഞ്ഞതിന് ശേഷം പ്രൊട്ടക്ഷൻ ഫ്രം 3 ഡിസീസ് എന്നാണ്. നമുക്ക് അതിനൊന്ന് കണക്ട് ചെയ്യണ്ടേ?
ഇപ്പം നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻ എന്ന് ആഡ് ചെയ്തുകൂടെ അവിടെ? ലൈക്ക് ഇവിടെ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ അത് എന്ത് ചെയ്യും? പ്രൊട്ടക്ഷൻ എന്താ നമുക്ക് തരുന്നത്? നമുക്കത് തരുവാണ് അല്ലേ? സോ ഇറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ ഇറ്റ് പ്രൊട്ടക്ട്സ്, ആ ഒരു ഇറ്റ് മാത്രം അവിടെ ചേർത്താലും നമുക്ക് ആ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ആകും. സോ വാക്സിൻ ഈസ് ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം 3 ഡിസീസസ്. എന്തൊക്കെയാണ്? മീസൽസ്, മംസ് ആൻഡ് റുബെല്ല. ക്ലിയർ ആയോ? സോ ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം 3 ഡിസീസസ്, മീസൽസ്, മംസ് ആൻഡ് റുബെല്ല. ആൻഡ് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ദി വാക്സിൻ. അപ്പോൾ വാക്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ് ടു ദി പേരൻറ്റ്. അപ്പോൾ ഈ ഒരു ടാസ്ക്, ഒരു കാര്യം നമ്മൾ പറഞ്ഞതിന് ശേഷം വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് വെദർ ദ പേരൻറ്റ് ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ദിസ് ഓർ നോട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സോ ആ ഒരു കാര്യം അവിടെ ചോദിക്കാം. ഇവിടെ ഒരു ക്ലാരിറ്റി സീക്ക് ചെയ്തുകൂടെ? സിൻസ് യു ഗോയിങ് വിത്ത് അനദർ ടാസ്ക്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അവരോട് ചോദിക്കാം, am I clear to you Alice എന്നൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് അവിടെ സീക്ക് ചെയ്യാം. ബിക്കോസ് അവിടെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? അവിടെ ഒരു കാര്യം കൺവേ ചെയ്തു അല്ലേ? ഒരു മാറ്റർ നമ്മൾ കൺവേ ചെയ്തു. നൗ അലോങ് വിത്ത് ദാറ്റ്, യെസ്, am I clear? വെരി ഗുഡ്. യെസ്. സോ ബിഫോർ അടുത്തേക്ക് മൂവ് ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ, പുതിയൊരു കോണ്ടൻറ്റ് അവിടെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു കണക്ടർ യൂസ് ചെയ്യാം. മോർ ഓവർ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ്. അപ്പോൾ ഏതാണോ നിങ്ങൾ മുകളിൽ യൂസ് ചെയ്തത് അടുത്തതായിരിക്കണം പറയാം. ലൈക്ക് ലെറ്റ് മീ വെച്ചിട്ടാണ് നിങ്ങൾ MMR വാക്സിൻ എന്താ പറഞ്ഞെന്നുണ്ടെങ്കിൽ, മോർ ഓവർ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി വാക്സിൻ. ആ ഒരു 2 ഫ്രേസും എന്ത് ചെയ്യുക? അടുപ്പിച്ചടുപ്പിച്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ. സോ നമുക്ക് ആദ്യം തൊട്ടൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഐ ബിലീവ് യു പീപ്പിൾ ആർ ഹിയർ വിത്ത് മീ. That's pretty much fine. That's fine, Alice. I'm here to help you with it. So let me explain what MMR vaccine is. It protects from 3 diseases like measles, mumps and rubella. Am I clear to you, Alice? Okay. Moreover, I would like to explain the importance of the vaccine. So it reduces the risk caused due to diseases like fever, rash, swelling of the glands and severe complications like deafness, brain damage or death. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യാം അല്ലേ? വെദർ വി ഹാവ് ടു മേക്ക് ഷുവർ വെദർ ദ പേഴ്സൺ ഇസ് വിത്ത് അസ് ഓർ നോട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഒരു ക്ലാരിഫിക്കേഷൻ ഫ്രേസ് യൂസ് ചെയ്യാം. ആർ യു ഫോളോയിങ് മൈ വേർഡ്സ് ആലിസ് എന്ന് ചോദിക്കാം. 2 ഇൻഫർമേഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്തു. മാം ഇത് ഒരുമിച്ച് പറഞ്ഞു ലാസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്താൽ പ്രോബ്ലം ഉണ്ടോ? ഇല്ല, ദാറ്റ് ഇസ് നോട്ട് എ മിസ്റ്റേക്ക് ശ്രുതി. പക്ഷേ എന്താ പറ്റുന്നതെന്ന് വെച്ചപ്പോൾ നമുക്ക് ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം, നമുക്ക് എക്സാം മോഡൽ കാർഡ്സിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരൊറ്റ പോയിന്റിൽ, ചിലപ്പോൾ ഒരൊറ്റ പോയിന്റിൽ നമ്മൾ ഒന്നിലേറെ അല്ലെങ്കിൽ ചിലപ്പോൾ 3 ഇൻഫർമേഷൻ വരെ ക്യാരി ഔട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഒന്നിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അത് ഫുള്ള് കംപ്ലീറ്റ്ലി മോണോലോഗായിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് ദ പേഴ്സൺ വിൽ ബി സിറ്റിംഗ് ഐഡലി ഓവർ ദേ. അപ്പോൾ അതെന്താണ്? നമ്മൾ ഓരോ ഇൻഫർമേഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ അമ്മ സിറ്റുവേഷൻ ഇമാജിൻ ചെയ്യുക. ഒരമ്മ വന്നിട്ട് ചോദിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന കാര്യം പറഞ്ഞു കൊടുത്തു, അത് മനസ്സിലായല്ലോ, ഓക്കെ, ഈ ഒരു കാര്യം കൂടി ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മൂവ് ഓൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇൻട്രാക്റ്റീവ് ആക്കാനാണ് ഐ വുഡ് പ്രിഫർ. അങ്ങനെ പറഞ്ഞ മിസ്റ്റേക്ക് ഒന്നുമില്ല, പക്ഷേ വലിയ ടാസ്ക് വരുമ്പോൾ അങ്ങനെ പറയാണ്ടിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് if it is a lengthy task, that would sound like monologue. You will be only person, you will be the only person speaking there. The other guy will be like, not interacting or not cooperating. അപ്പോൾ അതിനേക്ക് വരുന്ന അല്ലെങ്കിൽ ഇൻവോൾവിങ് ആവാത്ത പോലെ ഫീൽ ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. പക്ഷേ മോണോലോഗ് ആവുന്ന ഒരു ടെൻഡൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ പോയിന്റ് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ പറയാൻ, അങ്ങനെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, അവരെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ ശ്രുതി, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. യെസ്. അപ്പോൾ നമ്മൾ അതെന്താണ്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങും കൂടി ചെക്ക് ചെയ്തു. ആൻഡ് ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിവിടെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരെ പറഞ്ഞു നിർത്തി. വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടാസ്ക്. ഇനി നമുക്ക് അതിനെപ്പറ്റി, അതായത് വാക്സിനെ പറ്റി അറിയാൻ വേണ്ടി അവരാണ് നമ്മളെ അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്നുള്ള ചോദിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലേ? സോ ഡു യു ഹാവ് എനി കൺസേൺസ് എന്നുള്ള കാര്യം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാം. സോ വാട്ട് ഐ യൂഷ്വലി ഓൾവേസ് ടെൻ ടു മെൻഷൻ ഇസ്, നമ്മൾ കൺസേൺ ചോദിക്കുന്നത് എപ്പോഴും ഒരു ബുള്ളറ്റ് പോയിൻറ്റിൻ്റെ മുന്നിലായിരിക്കണം. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത കീവേഡ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഇവിടെ ഒരു രണ്ട് എക്സ്പ്ലെയിൻ ഉണ്ട്. സോ ഇതിന് മുന്നേ ക്വസ്റ്റ്യൻ ചോദിക്കരുത്. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നതാണ് ആണിത് തന്നെ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇതിൻ്റെ ഓരോ കീ പോയിൻറ്റിൻ്റെ അനുസരിച്ചാണ് അപ്പുറത്ത് നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് തന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ്, ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും ഞാൻ ചോദിക്കുക. സോ നമ്മുടെ ഈ ടാസ്ക് എന്താകും? ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ടാസ്ക് മിസ് ഔട്ട് ആയി പോകും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ഒരു പോയിന്റ് മനസ്സിൽ വെക്കുക. ആസ്ക് എ ക്വസ്റ്റ്യൻ ജസ്റ്റ് ബിഫോർ ദി ബുള്ളറ്റ് പോയിന്റ്. ബുള്ളറ്റ് പോയിന്റിന് മുന്നേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ,
യെസ്. സോ ഡു യു ഹാവ് എനി കൺസേൺ? എന്തെങ്കിലും കൺസേൺ ഉണ്ടോ? അപ്പോൾ അവർക്ക് പറയാനുള്ളൊരു കൺസേൺ ആണ്, ഐ ജസ്റ്റ് വോണ്ട് ടു നോ അബൌട്ട് ദി വാക്സിനേഷൻ സ്കെഡ്യൂളിനെ പറ്റി അറിയണം, വാക്സിനേഷൻ സ്കെഡ്യൂളിനെ പറ്റിയിട്ടൊന്ന് മെൻഷൻ ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും മേ ബി അവരുടെ ഭാഗത്തുനിന്ന് വരിക. അപ്പോൾ നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്? വെൽ യെസ്, സോ ഐ റിയലി റെസ്പെക്ട് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് എ റീസണബിൾ ക്വസ്റ്റ്യൻ. അവരങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് യൂഷ്വലി എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക? മേ ബി കൺസേൺസ് എക്സ്പ്രസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു എന്തിനെങ്കിലും പറ്റി നോളജ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കൺസേൺ റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എംപത്തി അല്ലെങ്കിൽ സിമ്പത്തി ഫ്രേസ് യൂസ് ചെയ്യാം. ഐ നോ ഹൗ യു ഫീൽ അറ്റ് ദിസ് മൊമെൻറ്റ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്ന് പറയാം. ഇനി അങ്ങനെയല്ല, ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളോട് എന്താണ് ജസ്റ്റ് നിങ്ങളോട് ചോദിക്കുകയാണ്, ലൈക്ക് ഐ വോണ്ട് ടു സീക്ക് മോർ ഇൻഫർമേഷൻ അബൌട്ട് വാക്സിനേഷൻ സ്കെഡ്യൂൾ. അപ്പോൾ അവിടെ ഒരു എന്താണ് കൺസേൺ റേസ് ചെയ്യുന്ന പോലെ വന്നിട്ടില്ല അല്ലേ, അവർക്ക് അതിനെപ്പറ്റി ഇൻഫർമേഷൻ അറിയണം. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ അവർ ചോദിച്ചതിന് അവരെ നമുക്ക് എന്ത് ചെയ്യാം? അപ്രിഷിയേറ്റ് ചെയ്യാം. ഐ റിയലി അപ്രിഷിയേറ്റ് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ എന്ന് നമുക്കത് അവിടെ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു? വീണ്ടും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ, സോ ലെറ്റ് മീ ഔട്ട്ലൈൻ ദ വാക്സിനേഷൻ സ്കെഡ്യൂൾ ഫോർ യു. സോ അതെങ്ങനെ പിന്നെന്താണ് പറയാൻ പോകുന്നത്? സോ ഇറ്റ് ഈസ് യൂഷ്വലി ഗിവൻ ഇൻ 2 doses. അപ്പോൾ ഇവിടെ നമുക്ക് ഇറ്റ് ഈസ് എന്ന് വേണമെങ്കിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. സോ ഇറ്റ് ഈസ് ഗിവൻ ഇൻ 2 doses. The first dose is to children in the category of 4 to 6 years old, and in the second dose to children in the category of 12 to 15 years old. അപ്പോൾ അവിടെ ആ ഒരു ചിൽഡ്രൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡോസ് ടു 4 to 6 years old children and the second dose given to the 12 to 15-year-old children. സോ അതത്ര ഓക്കെ ആണോ? അവിടെ മനസ്സിലായോ എന്നവിടെ വീണ്ടും എന്ത് ചെയ്യണം? നമുക്കൊരു ക്ലാരിഫിക്കേഷൻ സീക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ് മീ ഔട്ട്ലൈൻ ദ വാക്സിനേഷൻ സ്കെഡ്യൂൾ ടു യു. സോ ഇറ്റ് ഈസ് ഗിവൻ ഇൻ 2 doses. ദ ഫസ്റ്റ് ഡോസ് ടു 4 to 16 years old children and the second dose to 12 to 15 years old children. അവിടെ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്ലാരിഫിക്കേഷൻ സീക്കാൻ. നമ്മൾ ആ പറഞ്ഞ കാര്യം അവർ ഫോളോ ചെയ്തു. ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ് ആലിസ് എന്നവിടെ ചോദിക്കാം. അടുത്ത ടാസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ്ക് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലേ. ആസ്ക് എന്ന് പറയുമ്പോൾ അത് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആണോ പ്രൊവൈഡിംഗ് ആണോ? ഏത് കാറ്റഗറിയിലായിരിക്കും അവിടെ വരിക? സോ is it an information gathering or an information providing? Could you please make a comment on that? ഏത് കാറ്റഗറിയിലായിരിക്കും അത് വരിക? ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ഓർ പ്രൊവൈഡിംഗ്? Ask parent if he or she has any questions or worries about the MMR vaccine. Yes, Shruti, very good. അത് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആണല്ലേ. ആസ്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ അടുത്തുനിന്ന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. അപ്പോൾ ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആയിട്ടുള്ള ഫ്രേസസ് നമുക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കീവേഡ്സ് ഏതൊക്കെ നമുക്ക് വരാം? യൂഷ്വലി ഏതൊക്കെയാണുള്ളത്? ചെക്ക് എന്നുള്ളത് വരാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈവൻ എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്നതും വരാറുണ്ട്. പിന്നെ കോമൺലി എപ്പോഴും വരുന്നത് എന്താണ്? ഫൈൻഡ് ഔട്ട്, റൈറ്റ്? ഇത് കൂടാതെ ആസ്ക് വരാം. സോ ഇതിത്രയാണ് നമ്മുടെ ഇൻഫർമേഷൻ ഗ്യാദറിംഗ് ആയിട്ടുള്ള കീവേഡ്സ് എന്ന് പറയുന്നത്. സോ ആസ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്ത് ചെയ്യാം? വീണ്ടും കുഡ് യു പ്ലീസ് നമ്മളിപ്പോൾ യൂസ് ചെയ്തു. ഇപ്പം നിങ്ങൾ മേ ഐ നോയും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തേക്ക് മൂവ് ഓൺ ചെയ്യാം. സോ ക്യാൻ യു പ്ലീസ് ടെൽ മീ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ഓർ വറീസ് അബൌട്ട് ദി MMR വാക്സിൻ? അല്ലാന്നുണ്ടെങ്കിൽ സിംപ്ലി നമുക്ക് ആ സെൻറ്റൻസ് വായിച്ചപ്പോൾ മനസ്സിലായത് എന്താണ്? അവർക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം? ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ അബൌട്ട് ദി MMR വാക്സിൻ എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. ലൈക്ക് ഒരു കൺസേൺ ചോദിക്കാം എന്നുള്ളൊരു പോയിൻ്റാണ് അവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ. ഐ എം ജസ്റ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. So, reassure the mother about MMR. So, here actually the mother is expressing a concern. അതായത് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവുമോ? ഐ ഹാവ് ഹേർഡ് ദാറ്റ് ആഫ്റ്റർ ടേക്കിംഗ് ദിസ് വാക്സിനേഷൻ പീപ്പിൾ ആർ ഗെറ്റിംഗ് സം സീരിയസ് ഇൽനെസ്സസ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ നാസേ? ദാറ്റ് ഇസ് മൈ കൺസേൺ. ഓക്കെ, വെൽ ഡു യു നീഡ് എനി ഫർദർ ക്ലാരിഫിക്കേഷൻ? അല്ലെന്നുണ്ടെങ്കിൽ would you mind telling me if you have any further questions or worries about the MMR vaccine? Yes, Nas, I do want to express a concern here. I've heard that children used to get some serious illnesses after having this vaccination. So I'm really concerned about it. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ റീഅഷ്യോർ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് ലെറ്റ് മീ റീഅഷ്യോർ യു എന്ന് മാത്രം പറയാണ്ട് അവിടെ ഒരു ഫ്രേസ് ആഡ് ഓൺ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ അവരൊരു കൺസേൺ എക്സ്പ്രസ് ചെയ്തു അല്ലേ. ആ കൺസേണിനെ നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്യേണ്ടേ. അവിടെ നമുക്ക് എന്ത് പറയാം? വെൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യോർ കൺസേൺ. അല്ലെന്നുണ്ടെങ്കിൽ വെൽ ദാറ്റ് ഇസ് എ റീസണബിൾ കൺസേൺ. അല്ലെങ്കിൽ ഐ നോ ഹൗ യു ഫീൽ അറ്റ് ദ മൊമെൻറ്റ് ബട്ട് ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് നോ ഹാം വിൽ എവർ കം ടു യുവർ ചൈൽഡ്.
let me tell you more about the MMR. ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ ദ മദർ എന്ന് പറയുന്നതിന് പകരം നമുക്ക് അവിടെ എന്ത് ചെയ്യാം? യു. ഓക്കെ, സോ ലെറ്റ് മീ റീഅഷ്യോർ യു. അപ്പോൾ നമ്മളൊരു റീഅഷ്യോറൻസ് ഫ്രേസ് അവിടെ യൂസ് ചെയ്യണം. ജസ്റ്റ് ലെറ്റ് മീ റീഅഷ്യോർ യു മാത്രം ആഡ് ചെയ്യാതെ ഒരു ഫ്രേസ് യൂസ് ചെയ്യാം. ഓക്കെ, വെൽ ഐ ക്യാൻ റിയലി അണ്ടർസ്റ്റാൻഡ് യുവർ കൺസേൺ, ബട്ട് ലെറ്റ് മീ റീഅഷ്യോർ യു ദാറ്റ് നോ ഹാം വിൽ എവർ കം ടു യുവർ ചൈൽഡ്, സോ യു ഡോണ്ട് നീഡ് ടു വറി. ഐ ക്യാൻ പ്രൊവൈഡ് യു മോർ ഇൻഫർമേഷൻ അബൌട്ട് ദി MMR. ഓക്കെ, ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. സോ നോ സയൻറ്റിഫിക് എവിഡൻസ് ഓഫ് ഓട്ടിസം ഓർ എനി അതർ ഡിസോർഡർ ഇൻ യൂസ് ഫോർ ഡീക്കേഡ്സ് ആൻഡ് ഇറ്റ് ഇസ് സേഫ് ആൻഡ് ഇഫക്റ്റീവ്. അപ്പോൾ നമ്മൾ MMRനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? അപ്പോൾ നോ സയൻറ്റിഫിക് എവിഡൻസ് ഓഫ് ഓട്ടിസം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ there is no scientific evidence of autism or any other disorder and it is in use for decades and it is safe and effective എന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. Okay, so there is no scientific evidence for autism or any other disorder and it is in use for decades. It is quite safe and effective എന്ന് നമുക്കവിടെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മളത് പറഞ്ഞതിന് ശേഷം എന്താണ് അവിടെ നിങ്ങൾ ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യാതെ നെക്സ്റ്റിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു കണക്ടറും കൂടി യൂസ് ചെയ്യുക. ഇൻ അഡീഷൻ ടു ദാറ്റ് എന്ന് നമുക്ക് ഒന്ന് ആഡ് ഓൺ ചെയ്യാം. ഇൻ അഡീഷൻ ടു ദാറ്റ്. അപ്പോൾ ഇത് കൂടാതെ ഞാനൊരു കാര്യം കൂടി പറയാം. എന്താണ്? ഡിസ്ക്രൈബ് ദി കോമൺ സൈഡ് ഇഫക്ട്സ് ഓഫ് MMR വാക്സിൻ. അതായത് ഇതുപോലത്തെ സിവിയർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ല, പക്ഷേ ചെറിയ സൈഡ് ഇഫക്ട്സ് ഉണ്ട് അല്ലേ? കോമൺ സൈഡ് ഇഫക്ട്സ്. അവിടെ കോമൺ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ്. ദർ ആർ സം കോമൺ സൈഡ് ഇഫക്ട്സ് ഓഫ് MMR വാക്സിൻ എന്ന് നമുക്കവിടെ പറഞ്ഞു കൊടുക്കാം അല്ലേ? നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഇൻഫർമേഷൻ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഡിസ്ക്രൈബ്. അപ്പോൾ ഇൻ അഡീഷൻ ടു ദാറ്റ് അപ്പോൾ ഒരു കാര്യം കൂടി, ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഡിസ്ക്രൈബ് ദ കോമൺ സൈഡ് ഇഫക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. സിവിയർ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതെൻ്റെ കടമയാണ് നിങ്ങൾക്ക് സൈഡ് ഇഫക്ട്സിനെ പറ്റി ഒരു ഐഡിയയും കൂടെ തരേണ്ടത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, സോ ഇൻ അഡീഷൻ ടു ദാറ്റ് ഇറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ടു ഡിസ്ക്രൈബ് ദ കോമൺ സൈഡ് ഇഫക്ട്സ് ഓഫ് MMR vaccine, which includes mild and temporary fever, rash or soreness at the injection site, and this doesn't require any treatment. Okay, well they do not require any treatment എന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയോ? I really hope that you people are with me. I'm not getting any responses, so I believe that there is no confusion. You people got an idea എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. സോ ഐം ജസ്റ്റ് മൂവിങ് ഫർദർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി ആഡ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഇൻ ടോപ്പിക് നമ്മളവിടെ എടുത്ത് കാണിച്ചു അല്ലേ? ഒന്നെങ്കിൽ മോർ ഓവർ. ഓക്കെ, താങ്ക് യു ശ്രുതി. ഓക്കെ, യെസ്. സോ ഒന്നെങ്കിൽ മോർ ഓവർന്നോ അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടു ദാറ്റെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓ യെസ്, താങ്ക് യു ശ്രുതി അഗൈൻ. യെസ്, സോ നമ്മളവിടെ ഡിസ്ക്രൈബ് ചെയ്തു കോമൺ സൈഡ് ഇഫക്ട്സ് എന്താണെന്നുള്ള കാര്യം നമ്മളവിടെ പറഞ്ഞു കൊടുത്തു അല്ലേ? അപ്പോൾ അതിനൊപ്പം തന്നെ അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നൊരു ഫ്രേസും കൂടി ഞാൻ അവിടെ ആഡ് ഓൺ ചെയ്തു. ലൈക്ക് യൂഷ്വലി അതിന് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ചെറിയ സൈഡ് ഇഫക്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്, കോമൺ ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സൈഡ് ഇഫക്ട്സ് എന്താണ് ഓരോന്നോരോന്നായി ജോട്ട് ഡൗൺ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അതിനുശേഷം അഗൈൻ ഒരു ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യണം. നമ്മൾ ആ പറഞ്ഞ അത്രയും കാര്യങ്ങൾ അവർക്ക് ക്ലിയർ ആയോ എന്നുള്ള കാര്യം നമുക്ക് വീണ്ടും ചോദിക്കാം അല്ലേ? അപ്പോൾ ഞാൻ പേജ് എന്നാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ആ ഫ്രേസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതാം. സോ ആർ വി ഓൺ ദ സെയിം പേജ്? ആർ വി ഓൺ ദ സെയിം പേജ്? അതായത് ഞാൻ പറഞ്ഞ അത്രയും വരെ നിങ്ങൾക്ക് ക്ലിയർ ആയോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്നാണ് അവിടെ നമ്മൾ ചോദിക്കുന്നത്. ആർ വി ഓൺ ദ സെയിം പേജ് ആലിസ്? ആ പേരും കൂടി യൂസ് ചെയ്യുക. ഒരുപാട് യൂസ് ചെയ്യേണ്ട, ബട്ട് സ്റ്റിൽ തന്നെ എന്താണ് ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ലൈക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ, ക്ലാരിഫിക്കേഷൻ സീക്ക് ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് പറയാൻ ശ്രമിക്കുക. ഓക്കെ, ആർ വി ഓൺ ദ സെയിം പേജ് ആലിസ്? ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടാസ്ക്. അപ്പോൾ അടുത്ത ടാസ്ക്, നമ്മുടെ ടാസ്ക് വൈൻഡപ്പ് ആകുവാണല്ലേ? റീഅഷ്യോർ അബൌട്ട് ദ പെയിൻ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ അമ്മയ്ക്ക് അടുത്ത് കൺഫ്യൂഷൻ വരുന്ന എന്താണ്? അപ്പോൾ പെയിൻ ഉണ്ടാവുമോ, എടുത്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ കുട്ടിക്ക് പെയിൻ ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്? സോ ദർ വിൽ ബി എ മൈൽഡ് ഡിസ്കംഫർട്ട്. Okay, let me reassure you, I can understand being a parent, you're pretty much anxious about your child. Let me reassure you about the pain. There will be a mild discomfort. അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് പറഞ്ഞത്? There will be. ഈ വില്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? കുട്ടി എടുത്തിട്ടില്ല, ഇൻ ഫ്യൂച്ചറിലാണല്ലേ എടുക്കുന്ന സമയത്ത്. There will be a mild discomfort
and you don't need to worry, we'll provide you medicine for pain relief. അപ്പോൾ അതായത് കുട്ടിക്ക് ഒരുപാട് പെയിൻ തോന്നുകയാണെങ്കിൽ നമ്മൾ അമ്മേനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ആഡ് ചെയ്യുന്നത്. ലൈക്ക് വിൽ പ്രൊവൈഡ് യു മെഡിസിൻ ഫോർ പെയിൻ റിലീഫ്, നത്തിങ് ടു വറി, ജസ്റ്റ് റിലാക്സ് യുവർ സെൽഫ്. അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുത്തു. ഇനി അടുത്ത എന്താണ് കിടക്കുന്നത്? എസ്റ്റാബ്ലിഷ്. അപ്പോൾ ഈ എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണോ പ്രൊവൈഡിംഗ് ആണോ? Could you please make a comment? Is it gathering or is it a information providing phrase? So can I get some response from your side? Establish parents willingness to have their children vaccinated. അപ്പോൾ അത് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആയിട്ടാണോ ഇൻഫർമേഷൻ പ്രൊവൈഡിംഗ് ആയിട്ടാണോ നമ്മളിത് കൺവേ ചെയ്യേണ്ടത്? Establish parents willingness to have their children vaccinated. Very good, Shruti. Gathering അല്ലേ? നമ്മൾ എന്താ ചോദിക്കുന്നത്? അവർ വില്ലിംഗ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക? അവിടെ ഇൻക്ലൂഡ് ചെയ്യാം നമുക്കല്ലേ. സോ എസ്റ്റാബ്ലിഷ് പേരൻസ് വില്ലിംഗ്നെസ് ടു ഹാവ് ദെയർ ചിൽഡ്രൻ വാക്സിനേറ്റഡ്. അപ്പോൾ അവർ വില്ലിംഗ് ആണോ എന്നറിയണം. To get their children vaccinated. Yes, Ravan, very good. It's an information gathering phrase given here. So we'll be asking, so are you willing? അപ്പോൾ എസ്റ്റാബ്ലിഷ് എന്ന് തന്നെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? Are you willing എന്നുള്ള കാര്യം അവിടെ ജസ്റ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ യൂഷ്വലി നമ്മൾ എസ്റ്റാബ്ലിഷ് എന്ന് ലാസ്റ്റ് കിടക്കുന്ന ടാസ്കിലെല്ലാം you may just add are you. So are you willing to have your children vaccinated? അപ്പോൾ ഈ there എന്നുള്ളത് എന്താകും? your. So are you willing to have your children vaccinated? If the mother is agreeing with you, അവരൊരു യെസ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ വില്ലിങ്നെസ്സിനെ അപ്രിഷിയേറ്റ് ചെയ്യാം അല്ലേ. സോ ഐ റിയലി അപ്രിഷിയേറ്റ് യുവർ വില്ലിങ്നെസ് ടു ഹാവ് യുവർ കിഡ്സ് വാക്സിനേറ്റഡ് എന്നവിടെ നിങ്ങൾക്കൊന്ന് ആഡ് ഓൺ ചെയ്യാം. In every case, whenever the person is agreeing with your thoughts or agreeing with whatever you are conveying, it is your responsibility to appreciate them. Okay, so what you're supposed to say here, you may just say thank you for your willingness എന്ന് നമുക്ക് പറയാം. Thank you for your willingness to have your kids vaccinated. സോ ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. ഐ വോണ്ട് യുവർ വാല്യുബിൾ കമൻറ്റ്സ് ഓൺ ദ കൺക്ലൂഷൻ പാർട്ട്. എന്തൊക്കെയാണ് കൺക്ലൂഷനിൽ നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത്? നമ്മൾ അവരെ കൺസേൺസ് എല്ലാം അഡ്രസ്സ് ചെയ്തോ എന്നുള്ള കാര്യം നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം അല്ലേ. കൺസേൺസ് അഡ്രസ്സൽ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞോ എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യണം. ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്, നമുക്ക് എന്ത് ചെയ്യാം? സമ്മറൈസിലേക്ക് മൂവ് ഓൺ ചെയ്യാം ഇഫ് യു ഹാവ് ടൈം. ലൈക്ക് ഇഫ് യു ഹാവ് ഗോട്ട് ടൈം ലെഫ്റ്റ് then we will be just moving on with the summarizing part. Okay, so what are we going to do here? So are you willing to have your kids vaccinated? Well, I really appreciate your willingness, Alice, to have your kids vaccinated. Then so do you have any concerns or do you have any questions to ask me? Well, so I hope I have addressed all your concerns so far, and if you have any questions related to the vaccination MMR vaccine, I can just provide you with an information brochure or a leaflet. നമുക്ക് കൊടുത്തൂടെ? ലൈക്ക് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വരുന്ന എല്ലാ കേസിലും നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണല്ലേ. വാട്ട് ഇഫ് ആഫ്റ്റർ ഗോയിങ് ഹോം ദേ ഫൊഗട്ട് എനിത്തിങ്? സോ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വരുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വി ക്യാൻ പ്രൊവൈഡ് എ ബ്രോഷർ ഹിയർ. ഓക്കെ, സോ സൂൺ ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ പ്രൊസീഡ് വിത്ത് ദ സമ്മറൈസിംഗ് പാർട്ട് ഇഫ് യു ഹാവ് ടൈം ലെഫ്റ്റ്. വെൽ, ലെറ്റ് മീ ജസ്റ്റ് സമ്മറൈസ് വാട്ട് വി ഹാവ് ബീൻ ഡിസ്കസിങ് സോ ഫാർ. സോ you came here to seek advice regarding the MMR vaccine, and after our discussion I came to know that you would like to have furthermore information about the vaccine. I have told you what is the MMR vaccine. So it protects from 3 diseases like mumps, measles and rubella, and soon after that I have given you an information regarding the importance of having this vaccine. It helps to reduce the risk caused due to the diseases like fever, rash, swelling of the glands, and severe complications like deafness, brain damage or death. Furthermore, I have outlined the vaccination schedule to you. It is given in 2 doses. The first dose to the kids in the category of 4 to 6 years old, and in the second dose to the kids in the category of 12 to 15 years old. After that, I have also provided further information about the MMR. That is, there is no scientific evidence of autism or any other disorders. So you be just relaxed, and other than that, it is pretty safe and effective at the same time. But I have also elaborated on the common side effects that the MMR vaccine would induce, which would include the mild and temporary fever, rashes or soreness at the injection site, and they doesn't require any treatment. So
about the pain that you have expressed a concern. I told you there will be a mild discomfort after having the injection, but you don't need to worry, we'll be taking care of the same. അപ്പോൾ ഞാനിത് വീണ്ടും ഇങ്ങനെ സമറൈസ് ചെയ്ത് തരാനുള്ള കാരണം ജസ്റ്റ് ഇൻ കേസ് ഐ ജസ്റ്റ് വോണ്ട് യു പീപ്പിൾ ടു നോ ഹൗ ടു സമറൈസ്. ലൈക്ക് യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് പറയുക, നമ്മൾ എന്ത് ചെയ്യും, ഐ ടോൾഡ് യു വാട്ട് ഇസ് MMR വാക്സിൻ, ഐ ഹാവ് ടോൾഡ് യു ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ വാക്സിനേഷൻ, ദെൻ ദ വാക്സിനേഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്കൊന്ന് നമുക്ക് ഒരുപാട്, ഇൻ കേസ് ടാസ്ക് ചെറുതാണ്, നിങ്ങൾക്ക് ഒരുപാട് സമയം ബാക്കി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പിന്നെ അവിടെ റീഅഷോറൻസ് ആണ് യൂഷ്വലി പറയാം. സോ വാട്ട് ഐ വോണ്ട് യു പീപ്പിൾ ടു ജസ്റ്റ് ഡു ഇസ് ജസ്റ്റ് ലൈക്ക് ഐ മെൻഷൻ, ദർ ആർ 2 types of summarizing pattern. You may either go with brief summary or with elaborate summary, but I always prefer you people going with an elaborate summary. എന്തുകൊണ്ടാണ്, നമുക്ക് സഫീഷ്യൻറ്റ് പോയിൻറ്റ്സ് ഇൻ ഹാൻഡ് ഉണ്ടല്ലേ, നമുക്ക് ഓരോന്നും ഇങ്ങനെ പതിയെ സ്ലോ പേസിൽ പറഞ്ഞുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പ്രിറ്റി ബെറ്റർ. ആൻഡ് ഡോണ്ട് ഫീൽ ലൈക്ക് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ രണ്ടാമതും പറഞ്ഞു കൊടുക്കുകയാണ്. ദറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ, ബിക്കോസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ്സ് എ ഗിവൻ, ഇറ്റ്സ് എ സെറ്റിംഗ് ഗിവൻ ടു യു ആൻഡ് ദർ ഇസ് എ സിനാരിയോ ഗിവൻ ടു യു, റൈറ്റ്? ആ ഒരു പർട്ടിക്കുലർ ബേസ് സെറ്റിംഗ് ഇൻ സിനാരിയോനെ ബേസ് ചെയ്താണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അടുത്ത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനാണ് ഒരാൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ ബ്രീഫിങ് ചെയ്ത് കൊടുക്കുന്നത്. സോ ദർ ഇസ് നോ മിസ്റ്റേക്ക് ഇൻ ഇറ്റ്. Okay, so I really hope that you people got an idea regarding this particular role play card. So as per your request only, I came with a discussion on a vaccination, and there are different kinds of scenarios, but എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സിനാരിയോസ് ആയിട്ട് നമുക്കൊരു വാക്സിനേഷൻ്റെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ സിനാരിയോസ് അല്ലെങ്കിൽ അങ്ങനത്തെ കേസസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, സോ ദാറ്റ് ഐ ക്യാൻ ഓൾസോ മേക്ക് എൻ അറേഞ്ച്മെൻറ്റ് ഫോർ ദ സെയിം, just like I mentioned in the beginning itself. So we were discussing on a vaccination role play card, and here the parent is coming to have a discussion or seek some information regarding the benefits and the safety of the vaccination. We have looked into the കേസ്, എങ്ങനെയാണ് ഒരു കേസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ തുടക്കത്തിൽ തന്നെ നല്ല ഇലാബറേറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സെറ്റിംഗ് സിനാരിയോ ആദ്യമേ വായിക്കണം. കേസിൽ സ്റ്റിൽ കൺഫ്യൂഷൻ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ദ ഫസ്റ്റ് ടാസ്ക്. യു വിൽ ബി ഗെറ്റിംഗ് എ ക്ലിയർ കട്ട് ഐഡിയ റിഗാർഡിംഗ് ദ ഫസ്റ്റ് ടാസ്ക് ഫ്രം ദ ഫസ്റ്റ് ടാസ്ക് ഇറ്റ് സെൽഫ്. ആൻഡ് 1 by 1 നമ്മൾ ടാസ്ക് പ്രോപ്പർലി ഓർഗനൈസ് ചെയ്ത് ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് ഡിമാൻഡ് ചെയ്യുന്ന അനുസരിച്ച് തന്നെ നമ്മൾ എന്താണ് റീഅഷോറൻസ് ആവട്ടെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ ബിലീവ് ദാറ്റ് യു പീപ്പിൾ ഗോട്ട് എൻ ഐഡിയ റിഗാർഡിംഗ് ദിസ് പർട്ടിക്കുലർ റോൾ പ്ലേ കാർഡ്. സോ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ഐ ജസ്റ്റ് വാണ്ട് യു ടു കൺവേ ദ സെയിം ടു മീ. So thank you for listening to me so far. I feel really happy that you people are here, and thank you for making this comment section also very lively. Thank you so much guys. And ഇത് നിങ്ങൾ ഒറ്റ സ്ട്രെച്ചിലൊന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. ഒരു 5 minutes ടൈമർ വെച്ചിട്ട് നിങ്ങൾ ഈ ഒറ്റ സ്ട്രെച്ചിലൊന്ന് പറഞ്ഞു നോക്കുക. ആൻഡ് ആ പേഷ്യൻസ് നെയിം വിൽ ഡെഫിനറ്റ്ലി ബി ആലിസ് ഇറ്റ് സെൽഫ്. അത് വെച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാൻ ശ്രമിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ വിത്ത് മീ, ആൻഡ് വിൽ ബി മീറ്റിംഗ് in the next live session on the next Monday. Thank you so much. Take care guys.